നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്തു വന്നിരുന്നു. നമ്മൾ മലയാളികൾക്ക് ആശങ്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പല സംശയങ്ങളാണ്. അപ്പോൾ മലയാളികളെ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ വിസ അവർ പൂർണ്ണമായിട്ട് നിർത്തലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വിസയിൽ യുകെയിലേക്ക് വരുന്നവർക്ക് PSW കാലാവധി 18 മാസമായിട്ട് കുറച്ചു. നേരത്തെ അത് 2 വർഷമായിരുന്നു. അന്നേരം 6 മാസമാണ് അതിൽ കുറച്ചിരിക്കുന്നത്. മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യുകെയിൽ വന്നു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ്, അതായത് പെർമനന്റ് റെസിഡൻസി കിട്ടുന്നതിനുള്ള കാലാവധി 10 വർഷമാക്കി കൂട്ടാൻ പോകുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം അതിലുണ്ട്. അന്നേരം ഈ വൈറ്റ് പേപ്പർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവർ യുകെയിൽ ഫ്യൂച്ചറിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഇമിഗ്രേഷൻ മാറ്റങ്ങളാണ്. അതായത് അവരുടെ എന്തൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊന്നും ഇതുവരെ നിയമമായിട്ടില്ല. ഇത് ഗവൺമെന്റ് പ്രപ്പോസൽസ് ആണ് നിയമം ആക്കുന്നതിന് വേണ്ടിയുള്ളത്. അന്നേരം ഇനിയിപ്പോൾ ഇത് നിയമമാകുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യുകെയിലെ പാർലമെന്റിലെ ലേബറിന് ശക്തമായ ഭൂരിപക്ഷമാണുള്ളത്. അവർക്ക് 400-ലധികം MP-മാരുടെ സപ്പോർട്ടുണ്ട്. തൊട്ടടുത്ത എതിർ പാർട്ടികൾക്ക് 125ഒക്കെയാണ് മാക്സിമം ആയിട്ടുള്ളത്. അതായത് ബാക്കി എല്ലാ എതിർ കക്ഷികളും കൂടെ എതിർത്താൽ പോലും ലേബറിന് ഒരു പ്രപ്പോസൽ പാർലമെന്റിൽ പാസ്സാക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു തടസ്സവും വരികയില്ല. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലേബർ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ എതിർക്കുന്നതിനും ചാൻസ് വളരെ കുറവാണ്. കാരണം യുകെയിലെ ജനങ്ങൾ എല്ലാം തന്നെ ഇമിഗ്രേഷൻ കുറയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ. നേരത്തെ ഉള്ളതുപോലെ അത്രയും സപ്പോർട്ട് ഇപ്പോൾ ഇംഗ്ലീഷുകാർ നമുക്ക് വിദേശത്ത് നിന്ന് കുടിയേറി വന്നവർക്ക് തരുന്നില്ല. കാരണം അവരും നമ്മളെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു അവസ്ഥയാണ്. വിദേശ രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ആൾക്കാർ യുകെയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ യുകെയിലെ ജനങ്ങൾ ഇപ്പോൾ കുടിയേറ്റത്തിനെതിരാണ്. പിന്നെ അക്രമങ്ങളും മോഷണങ്ങളും എല്ലാം യുകെയിൽ കൂടി വരികയാണ്. NHSലെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ സ്കൂളിലെ പ്രശ്നങ്ങൾ, അങ്ങനെ ഇതെല്ലാം വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ കുടിയേറ്റത്തിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാർട്ടികളെല്ലാം ഈ കുടിയേറ്റത്തിനെ എതിർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. 2024-ലും 2023-ലും ഒക്കെ 7 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് യുകെയിലേക്ക് കുടിയേറി വന്നത്. അന്നേരം അവരെല്ലാം തന്നെ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷമൊക്കെ ഇവിടെ പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം യുകെയിലെ എല്ലാ ബെനിഫിറ്റുകൾക്കും അർഹത നേടിയെടുക്കും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നു. അതായത് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വീട് വരെ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് യുകെയിൽ ഫ്രീ ആയിട്ട്. കൗൺസിൽ ഹൗസുകളൊക്കെ ഈ 5 വർഷം കഴിഞ്ഞ് നമുക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് യുകെയിലെ വീടുകൾ വരെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ വീടുകളൊക്കെ നമ്മൾക്കും കൂടെ ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇംഗ്ലീഷുകാർ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത്തരം അതുകൊണ്ട് തന്നെ അവർ ഇതിലേക്ക് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ പ്രപ്പോസൽസ് എല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് അതെല്ലാം തന്നെ നിയമമാകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിലെ പാർലമെന്റിലെ ലേബറിനുള്ള മെജോറിറ്റി തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ, അതായത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പെർമനന്റ് റെസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ നിയമങ്ങൾ ആരെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ അത് എന്ന് തൊട്ടെയാണ് വരുന്നത്, അതല്ലെങ്കിൽ ഇത് നിലവിൽ UK ഉള്ളവരെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ UK-യിലേക്ക് വരുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ UK-യിലുള്ളവരും അല്ലെങ്കിൽ വിദേശത്ത് വരാൻ ആഗ്രഹിക്കുന്നവരും ചോദിക്കുന്നത്. കാരണം UK-യിൽ എത്തപ്പെട്ടവര്, ഇപ്പോൾ പെർമനന്റ് റെസിഡൻസി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ UK-യിലേക്ക് എത്തപ്പെട്ടവര്, അവർക്ക് ഈ ഒരു പ്രഖ്യാപനം അവർ നടത്തിയ ശേഷം വളരെ ടെൻഷനിലാണ്. കാരണം അവർക്കറിയില്ല അവരെയും ഇത് ബാധിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ സ്റ്റാർമറിന്റെ അപ്ഡേറ്റ് ആയിട്ട് UK ഗവൺമെന്റിന്റെ പേജിൽ വന്നതിനകത്ത് നേഴ്സുമാരെയും ഡോക്ടർമാരെയും ഹൈലി സ്കിൽഡ് ആയിട്ട് പ്രൊഫഷണൽസിനെയൊക്കെ ഒഴിവാക്കിയെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രശ്നം വരത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ബാക്കി എല്ലാ വിഭാഗങ്ങളിൽ ഉള്ളവരും ഇപ്പോൾ ടെൻഷനിലാണ്. കാരണം ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജും അവരുടെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലോ മറ്റ് അപ്ഡേറ്റ്സുകൾ, ഇന്നലെ ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് UK ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ വന്നത് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ആ അപ്ഡേറ്റ്സുകളിൽ ഒന്നും തന്നെ ഒരു ക്ലാരിറ്റി ഒന്നിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്നേരം UK-യിലുള്ള ജനങ്ങൾ ഇപ്പോൾ വളരെ ടെൻഷനിലാണ്. പ്രത്യേകിച്ച് പെർമനന്റ് റെസിഡൻസി ഈ വർഷമോ അടുത്ത വർഷമോ ഒക്കെ നേടാൻ നിൽക്കുന്നവർ. അങ്ങനെ ഈ പെർമനന്റ് റെസിഡൻസി നേടിക്കഴിഞ്ഞിട്ട് വേണം പലരും, അവരുടെ കുട്ടികളും ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകാനുള്ള പ്രായമായിട്ടുണ്ട്. അങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് നല്ല ജോലി ഉപേക്ഷിച്ച് UK-യിൽ എത്തിയിട്ടുണ്ട്. തങ്ങളുടെ മക്കളെ ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കാം, മക്കളുടെ കാര്യം സെറ്റിൽ ആകുമെന്നുള്ളത് നോക്കിയിട്ട്. നമുക്കറിയാമല്ലോ, കെയർ ജോബിൽ വലിയ സാലറി ഒന്നും കിട്ടത്തില്ല. ഗൾഫിൽ കിട്ടുന്ന സാലറി പോലും കിട്ടാതെ ഇവിടെ വന്ന് കെയർ ജോബ് ചെയ്യുന്നവരെ എനിക്കറിയാം പേഴ്സണലായിട്ട്. അന്നേരം അവരെല്ലാം പറയുന്നത് മക്കളുടെ ഫ്യൂച്ചർ ഓർത്ത് മാത്രം ചെയ്യുന്നതാണ്. അന്നേരം അവരെല്ലാം ഇപ്പോൾ ടെൻഷനിലാണ്. കാരണം ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻസിനെ നമുക്ക് പെർമനന്റ് റെസിഡൻസി ഇപ്പോൾ 5 വർഷം തൊട്ട് 10 വർഷം 5 വർഷം എന്നുള്ളത് 10 വർഷം ആക്കി കഴിഞ്ഞാൽ അവിടെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ഡിപ്പെൻഡന്റ് ആയിട്ട് UK-യിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് എല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീസ് കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ ഫീസ് വരുന്നത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അന്നേരം ഇങ്ങനെ ഇവിടെ കെയർ ജോബ് ചെയ്ത് പെർമനന്റ് റെസിഡൻസി ലഭിക്കാതെ 10 വർഷത്തിലേക്ക് അവർ നീങ്ങുകയാണെങ്കിൽ അവര് ജോലി ചെയ്യുന്ന പൈസ മൊത്തം തിരിച്ച് UK-യിലെ യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയായിട്ട് മാറും.
ഇത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, നിലവിൽ UK വന്നവർക്ക് ബാധകമാകാത്ത രീതിയിൽ ഈ നിയമങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം UK സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് വർക്ക് വിസയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം വന്നത് ഒറ്റ ദിവസം കൊണ്ടാണ്. അവർ ഒറ്റ ദിവസം പറഞ്ഞു, ഇന്നത്തെ ഡേറ്റ് തൊട്ട് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് വർക്ക് വിസയിലേക്ക് കോഴ്സ് തീരാതെ മാറാൻ സാധിക്കുന്നുള്ള ഒരു നിയമം അവർ കൊണ്ടുവന്നിരുന്നു. അത് അവർ കൂടുതൽ ഫ്യൂച്ചർ ഡേറ്റിലേക്ക് ഒന്നും വെച്ചില്ലായിരുന്നു, അവർ പെട്ടെന്ന് തന്നെ ആ നിയമം കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പെർമനന്റ് റെസിഡൻസിന്റെ കാര്യം വരുമ്പോഴും നമ്മുടെ ആഗ്രഹം ഇവിടെ നിലവിലുള്ളവർക്ക് ബാധകമാകരുതെന്നാണ്. പക്ഷെ അവിടെയും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പെർമനന്റ് റെസിഡൻസി എന്നുള്ളത് ഒരു അവകാശമല്ല, UK ഔദാര്യമാണെന്നാണ്. അതായത് UK ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു ഔദാര്യമായിട്ടാണ് അവർ പെർമനന്റ് റെസിഡൻസിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അവകാശമല്ല എന്നവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്നേരം ഈ പെർമനന്റ് റെസിഡൻസിയിൽ അവർക്ക് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് തന്നെയാണ് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അന്നേരം നമ്മളെ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023-24 കാലഘട്ടത്തിൽ 7 ലക്ഷവും 9 ലക്ഷം പേരാണ് കുടിയേറ്റക്കാരെ UK എത്തിയത് സ്കിൽഡ് വർക്കർ വിസയിൽ. അന്നേരം ഇത്രയും പേരാണ് അടുത്ത വർഷങ്ങളിൽ 2026-27 കാലഘട്ടത്തിൽ ഇവിടെ പെർമനന്റ് റെസിഡൻസി ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ആൾക്കാർക്ക് പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നതിന് എതിരെ UK MP നിൽക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. കാരണം ആ പാർലമെന്റ് ചർച്ചയിൽ ഇത് വരുമ്പോൾ അവര് നിലവിലുള്ളവരെയും ബാധിക്കുന്ന രീതിയിൽ ഈ നിയമം ആക്കാനുള്ള ശ്രമം നടത്തുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നത്, എപ്പോഴാണ് നിയമമായിട്ട് മാറുന്നത്? ഇപ്പോൾ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തു, അത് അവരുടെ പ്രപ്പോസൽസ് ആണ്, എന്തൊക്കെയാണ് വിസ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഇനി ഈ പ്രപ്പോസൽസ് ചർച്ചകൾ കഴിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ആയിട്ട് വരും. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ആയിട്ട് വരുമ്പോൾ അതിനകത്ത് കാലാകാലങ്ങളായിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഓരോ കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും ആർക്കൊക്കെ നിയമങ്ങൾ ബാധകമാകും, എന്ന് തൊട്ട് നിയമങ്ങൾ ബാധകമാകും, എപ്പോഴായിരിക്കും ഇവിടെ യുകെയിൽ എത്തിയവർക്ക് നിയമം ബാധകമാണോ, ഇനി ഫ്യൂച്ചറിൽ വരുന്നവർക്ക് ബാധകമാണോ, ഇതെല്ലാം ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിലായിരിക്കും വരുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് അവർ എന്നത്തേക്കാണ് പുറപ്പെടുവിക്കുന്നത്, എന്നത്തേക്കാണ് അവർ ചെയ്യുന്നതെന്നൊന്നും ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. അന്നേരം നമുക്ക് ഫുള്ള് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വന്നേ പറ്റൂ. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറപ്പെടുവിച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു അപ്ഡേറ്റ് UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ വന്നു. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് പെർമനന്റ് റെസിഡൻസി 10 വർഷം കിട്ടുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഏറ്റവും അവസാനം ഒരു സെന്റൻസിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതിൽ ചില ചേഞ്ചസ് വിത്തിൻ വീക്സ് അവർ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് പോയിന്റ് ബേസ് സിസ്റ്റത്തിലൂടെയുള്ള ക്രൈറ്റീരിയാസ് ലേറ്റർ ദിസ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ചില ചേഞ്ചസ് വിത്തിൻ വീക്സ് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ചേഞ്ച് ആണെന്ന് നമുക്ക് അറിയില്ല. കാരണം അത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും സത്യം പറഞ്ഞാൽ ഇനി UK വരാൻ ആഗ്രഹിക്കുന്നവര്, അവരോട് എനിക്ക് നാട്ടിൽ നിന്ന് UK വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനാ ഉള്ളത്, കഴിയുന്നതും നിങ്ങൾ ഹൈലി സ്കിൽഡ് പേഴ്സൺ അല്ലെങ്കിൽ UK വരാതിരിക്കാൻ ശ്രമിക്കുക. നേഴ്സുമാർ, IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് ഒന്നും പ്രശ്നമില്ല, അല്ലാതുള്ളവർ UK വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം UK സ്ഥിതി അത്ര നല്ലതല്ല. ഇപ്പോൾ നമുക്ക് വലിയ സാലറി ഇൻക്രിമെന്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ക്രമാതീതമായിട്ട് ചെലവ് കൂടുന്നു. അഭയാർത്ഥികളോ അതേപോലെ തന്നെ വിദേശത്ത് കുടിയേറിയവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അക്രമങ്ങൾ ക്രമാതീതമായിട്ട് കൂടുന്നു. ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു. അങ്ങനെ നേരത്തെ ഉള്ള ഒരു നല്ല UK അല്ല. അന്നേരം UK വരാൻ ആഗ്രഹിക്കുന്നവര് വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ UK എംപ്ലോയേഴ്സിന് ഇനി വിദേശത്ത് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം അവരിവിടുത്തെ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ്, അതായത് ഒരു എംപ്ലോയർ വിദേശത്ത് നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് അടക്കേണ്ട ഒരു ചാർജാണ് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ്. EOS ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ്. ചെറിയ സ്ഥാപനങ്ങൾക്ക് 300 പൗണ്ടും വലിയ സ്ഥാപനങ്ങൾക്ക് ഏകദേശം 1000 പൗണ്ടും ഒരു വർഷത്തെ സ്കിൽസ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ അതിന് 32% ആണ് അവർ കൂട്ടിയിരിക്കുന്നത്. അന്നേരം അതൊരു വൻ മാറ്റമാണ് അതിൽ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്ത് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ഇനി UK എംപ്ലോയേഴ്സ് മടിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, UK വരുന്നതിനുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അവർ ഉയർത്തിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ കെയർ വിസയിലും സീനിയർ കെയർ വിസയിലും ആൾക്കാർക്ക് വരുന്നതിന് വേണ്ടി RQ-6 നിർബന്ധമല്ലാതാക്കിയായിരുന്നു നേരത്തെ. അതായത് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ നിർബന്ധം അല്ല എന്നുള്ളൊരു നിയമം അവർ കൊണ്ടുവന്നിരുന്നു. അതിനു മുമ്പ് UK ആരും വരണമെങ്കിൽ ഡിഗ്രി മാൻഡേറ്ററി ആയിരുന്നു. ഇപ്പോൾ ആ നിയമം അവർ എടുത്ത് കളയാനുള്ള പ്ലാനിലാണ്. ആ നിയമം എടുത്തു കളഞ്ഞിട്ട് ഇനി UK ആര് വരണമെങ്കിലും അവർക്ക് RQ ലെവൽ 6 എബോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് നല്ലൊരു കാര്യമാണ്. കാരണം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഇനി UK ഡിപ്പെൻഡൻസ് വരണമെങ്കിൽ അത് നിയമമായി കഴിഞ്ഞാലാണ്, ഇപ്പോഴല്ല, നിയമമായി കഴിയുമ്പോൾ UK വരണമെങ്കിൽ അവർ ബേസിക് ഇംഗ്ലീഷ് ലെവലിൽ കാണിച്ചിരിക്കണം. ഫസ്റ്റ് വിസ ആപ്ലിക്കേഷൻ അവർ കാണിക്കേണ്ടത് A1 ആണ്. അതിനുശേഷം വിസ എക്സ്റ്റൻഷന് അവർ A2 ലെവൽ കാണിക്കണം. പിന്നെ സെറ്റിൽമെന്റിന് പെർമനന്റ് റെസിഡൻസിക്ക് അവർ B2 ലെവല് കാണിക്കണം.
ഇപ്പോൾ നിലവിൽ സെറ്റിൽമെന്റിന് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ലിസണിങ് സ്പീക്കിംഗ് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അടുത്ത ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ B2 ലെവല് കാണിക്കേണ്ടി വരും. അന്നേരം അത് ഒരു പുതിയ മാറ്റമാണ്. അന്നേരം ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചമില്ലാത്ത പാർട്ട്നേഴ്സ് ഉള്ളവർ യുകെയിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുക, മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, UK ഗവൺമെന്റ് ഇവിടുത്തെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എടുത്ത് കളയുകയാണ്. അതിനകത്ത് ആ ഒരു ലിസ്റ്റിലുള്ളവർക്ക് ഏകദേശം 20% റിഡക്ഷൻ ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് അവർ എടുത്ത് കളഞ്ഞിട്ട് പുതിയതായിട്ട് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ്, പഴയ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അങ്ങനെ പഴയ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് വരുമ്പോൾ അതിൽ മാക് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നിർദ്ദേശിക്കുന്ന UK ഷോർട്ടേജ് കറക്റ്റായിട്ട് ഷോർട്ടേജ് ഉള്ള ജോലികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ലിസ്റ്റ് വരുന്നത്. അന്നേരം ആ ഒരു മാറ്റവും UK ഗവൺമെന്റ് വരുത്തുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്, കെയർ വിസ പൂർണ്ണമായിട്ടും നിർത്തുന്നു. വിദേശത്ത് നിന്ന് കെയർ വിസ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ UK-യിലുള്ളവർക്ക് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ജോബ് ചേഞ്ച് ചെയ്യുന്നതിനും പ്രശ്നമില്ല. അത് 2028 വരെ അത് തുടരും എന്നാണ് അവർ പറയുന്നത്. 2028 ശേഷം എന്തായിരിക്കും ചെയ്യും എന്നുള്ളത് അവർ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതുവരെ അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത 3 വർഷത്തെ കാലാവധിയിൽ എന്താണ് അവർ കെയർ വിസയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. അന്നേരം നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പ്രപ്പോസൽസ് എപ്പോഴാണ് നിയമമായിട്ട് വരുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ സമയമെടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പെട്ടെന്ന് ചെയ്തേക്കാം. ഈ പ്രപ്പോസൽസ് ഇനി നിയമമായി കഴിയുമ്പോഴായിരിക്കും ഇതെല്ലാം എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.